ഹായ് ഫ്രണ്ട്സ്, കുക്ക് ആൻഡ് ക്രാഫ്റ്റിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷിബിത സജീവ്. കറിക്കടല വെച്ച് സദ്യയിലേക്ക് ഉണ്ടാക്കുന്ന മസാലക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നും കൂടി ക്ലിക്ക് ചെയ്തെങ്കിലുള്ളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ ഒരു മസാലക്കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് കടല 6 മണിക്കൂർ മുന്നേ സോക്ക് ചെയ്തെടുത്തതിന് ശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. കടല നമുക്ക് കുക്കറിലാണ് വേവിച്ചെടുക്കേണ്ടത്. കടലയുടെ കൂടെ ഞാനിവിടെ ഒരു വലിയ ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് നമുക്കിവിടെ പകുതിയായി കട്ട് ചെയ്തതിന് ശേഷമാണ് കുക്ക് ചെയ്തെടുക്കേണ്ടത്. കടലയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കണം. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെക്കാം. പാൻ നല്ലപോലെ ചൂടായി വന്നാൽ ഞാനിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായി ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് മീഡിയം വലുപ്പത്തിലുള്ള 2 സവാള നീളത്തിൽ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാള ഇവിടെ കൂടുതൽ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് കളർ മാറുന്നവരെ വഴറ്റിയെടുത്താൽ മതിയാവും. സവാള വഴറ്റിയെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് 5 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചതും 2 പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി നായി വന്നാൽ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഞാൻ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ കൂടെ നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. പൊടികളെല്ലാം നന്നായി ചൂടായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കണം. പൊടികൾ നന്നായി ചൂടായി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുകയാണ്. തക്കാളി നന്നായി കുക്കായി വരുന്നവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായി കുക്കായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുക്ക് ചെയ്ത് വെച്ച കടല ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കാതെയാണ് ഞാനിവിടെ കടലയും ഉരുളക്കിഴങ്ങും വേവിച്ചെടുത്തിട്ടുള്ളത്. കടല ചേർത്തതിന് ശേഷം ഞാൻ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി നമുക്ക് കുക്ക് ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങ് ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം കടലയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടി മിക്സ് ആക്കി എടുക്കാം. മസാലക്കറി നല്ല ഡ്രൈ ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് കടല വേവിച്ചെടുത്ത വെള്ളം തന്നെ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുകയാണ്. വെള്ളം ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ സദ്യയിലേക്കുള്ള മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റോടെ തന്നെ ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. എന്തായാലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരെ ഇന്നിവിടെ പറഞ്ഞു പോകുന്നത് ഷിബിത സജീവ്. താങ്ക് യു.